വെൽക്കം ടു മൂവി ബ്രാൻഡ്. ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താര ജോഡികളാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും. ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും. എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്. ഇതുവരെ ഇത്തരം വാർത്തകളോട് താരങ്ങളോ ബച്ചൻ കുടുംബത്തിലെ മറ്റാരെങ്കിലുമോ പ്രതികരിച്ചിട്ടില്ല. ഐശ്വര്യയുടെ കരിയറിന് അഭിഷേകുമായുള്ള വിവാഹം വിലങ്ങുതടിയാണെന്നാണ് ആരാധകർ പറയുന്നത്. പൊതുവെ യാഥാസ്ഥികരാണ് ബച്ചൻ കുടുംബം. പ്രത്യേകിച്ചും സ്ത്രീ വിരുദ്ധരായ പല കാഴ്ചപ്പാടുകളും ഈ കുടുംബത്തിനുണ്ടെന്ന് വിമർശകർ പറയുന്നു. ഏ ദിൽ ഹേ മുഷ്കിൽ എന്ന സിനിമയിൽ ഐശ്വര്യ ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചത് കുടുംബത്തെ ചൊടിപ്പിച്ചു എന്ന് വാർത്തകൾ വന്നിരുന്നു. ഭർത്തൃമാതാവ് ജയ ബച്ചനും ഐശ്വര്യ റോയും തമ്മിൽ ഈ സിനിമയ്ക്ക് ശേഷം അകൽച്ചയുണ്ടായെന്ന് സംസാരമുണ്ട്. അതേസമയം അഭിഷേക് ബച്ചൻ ഐശ്വര്യയുടെ കരിയറിന് പിന്തുണ നൽകിക്കൊണ്ട് ഒപ്പമുണ്ട്. അഭിഷേക് ബച്ചനെ പ്രശംസിച്ചുകൊണ്ട് ഒരിക്കൽ ഐശ്വര്യ റോയ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഭർത്താവിനെ കിട്ടിയത് എന്റെ അനുഗ്രഹമാണ്. എല്ലാ അവസരങ്ങളിലും സ്വന്തം പെണ്ണിനൊപ്പം നിൽക്കാനും അവളെ അഭിനന്ദിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. അത് അദ്ദേഹത്തിന്റെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ഐശ്വര്യ റോയ് പറഞ്ഞു. കരിയറിലെ താരമൂല്യം നോക്കിയാൽ അഭിഷേകിനേക്കാൾ എത്രയോ മുകളിലാണ് ഐശ്വര്യ റോയ്. എന്നാൽ ഇത്തരം ഈഗോകളൊന്നും താരദമ്പതികളുടെ വിവാഹ ജീവിതത്തെ ബാധിച്ചിട്ടില്ല. അഭിഷേകിന്റെ കുടുംബവുമായുള്ള അകൽച്ച പ്രകടമാണെങ്കിലും അഭിഷേകിനോടുള്ള ഐശ്വര്യയുടെ സ്നേഹത്തിനൊന്നും ഇന്നും കുറവില്ലെന്ന് ആരാധകർ പറയുന്നു. പ്രശ്നങ്ങളുടെ തുടക്കം അഭിഷേകിന്റെ അമ്മ ജയയും സഹോദരി ശ്വേതയുമായി ഐശ്വര്യ പിണങ്ങുന്നതോടെയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നത്. അഭിഷേകിന്റെ കുടുംബവുമായി ഐശ്വര്യയ്ക്കുള്ള പ്രശ്നം പതിയെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഐശ്വര്യയുടെ പിറന്നാൾ ആഘോഷിക്കാൻ അഭിഷേകോ താരത്തിന്റെ കുടുംബത്തിലെ ഒരംഗമോ പോലും എത്താതിരുന്നതും അഭിഷേക് വിവാഹമോതിരം അണിയാതെ പൊതുവേദിയിലെത്തിയതുമെല്ലാം ഈ റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുന്നതായിരുന്നു. അതേസമയം നീണ്ട നാളത്തെ ഇടവേള അവസാനിപ്പിച്ച് പൊന്നിയിൻ സെൽവൻ എന്ന മണിരത്നം സിനിമയിലും നടി തിരിച്ചെത്തിയിരുന്നു. പക്ഷേ പുതിയ സിനിമകളിലൊന്നും താരം ഒപ്പം വെച്ചിട്ടില്ല. 2007 ഏപ്രിൽ മാസത്തിലാണ് ഐശ്വര്യയും അഭിഷേക് ബച്ചനും വിവാഹിതരായത്. ആരാധ്യ എന്ന മകളും താരദമ്പതികൾക്ക് പിറന്നു. മകൾ ആരാധ്യയെ പിരിഞ്ഞിരിക്കാൻ നടിക്ക് ഇഷ്ടമല്ല. മിക്കയിടങ്ങളിലും ആരാധ്യയെ ഐശ്വര്യ ഒപ്പം കൂട്ടാറുണ്ട്. ഇക്കഴിഞ്ഞ കാൻ ഫിലിം ഫെസ്റ്റിവൽ എത്തിയപ്പോഴും ഐശ്വര്യയ്ക്കൊപ്പം മകളുണ്ടായിരുന്നു. മകളുടെ എല്ലാ കാര്യങ്ങളും ഐശ്വര്യയാണ് നോക്കുന്നതെന്നും അതുകൊണ്ടാണ് തനിക്ക് കരിയറിലേക്ക് ശ്രദ്ധ നൽകാൻ കഴിയുന്നതെന്നും അഭിഷേക് ബച്ചൻ ഒരിക്കൽ പറയുകയുണ്ടായി. കരിയറിലെ ഏറ്റവും മോശം സമയത്താണ് അഭിഷേക് ഇപ്പോഴുള്ളത്. അഭിഷേകിനേക്കാളും ഐശ്വര്യയെ കരിയറിൽ സജീവമായി കാണണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നത്. 50-കാരിയായ ഐശ്വര്യയ്ക്ക് ഇന്നും വൻ ആരാധകരുണ്ട്. മികച്ച തിരക്കഥകൾ വന്നാലേ സിനിമ ചെയ്യൂ എന്ന തീരുമാനത്തിലാണ് ഐശ്വര്യ റോയ്. നടിയുടെ ഭർത്തൃമാതാവ് ജയ ബച്ചൻ കഴിഞ്ഞ വർഷം റോക്കി ഓൺ റാണി കി പ്രേം കഹാനി എന്ന സിനിമയിൽ അഭിനയിച്ചു. അമിതാഭ് ബച്ചൻ ഇന്നും സിനിമാ രംഗത്ത് സജീവമാണ്. നടന്റെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.